إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ട ദാസന്മാരായി കഴിച്ചുകൂട്ടുവാനും അന്ത്യസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും തുണക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടെ നടപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ 1, 2, 3 ആഴ്ചകളിലായി നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, അവൻ്റേതാണ് ആകാശ ഭൂമികളിലുള്ളതെല്ലാം. സ്വാഭാവികമായി ചിലപ്പോൾ നമ്മളൊക്കെ പറയാണ് അത് എൻ്റെ ഭൂമിയാണ്, എൻ്റെ വീടാണ് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ കമാലുൽ മുൽക്ക്, ഉടമസ്ഥാവകാശം പടച്ചറബിന് മാത്രമാണ്. ആ ഉടമസ്ഥാവകാശത്തിന്റെ പരിപൂർണതയാണ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുത്ത് ശുപാർശ നടത്താൻ ആരുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് അള്ളാഹുവിന്റെ മുൽക്കിന്റെ പരിപൂർണതയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മളെയൊക്കെ നാളെ പടച്ചറബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് വല്ലാത്ത രംഗാണ്. ആ ദിവസം ആർക്കും സംസാരിക്കാൻ അധികാരമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇല്ലാ ബിഇദ്നിഹി, സംസാരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതം കിട്ടിയാലേ സാധിക്കുകയുള്ളൂ. ആർക്കും ധൈര്യം ഉണ്ടാവില്ല. വല്ലാത്ത ഒരു രംഗാണ്. ആ രംഗം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുന്ന ആ ഒരു രംഗം നമ്മളൊക്കെ നിൽക്കും, വിശ്വാസികളൊക്കെ നിൽക്കുമല്ലോ. ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബയിലെ അവസാന ഭാഗത്ത് വളരെ മനോഹരമായി വിശദീകരിക്കാൻ, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബാ. ജിബ്രീലും മലക്കുകളും, റൂഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ, പട്ടാളങ്ങൾ അണിയണിയായി നിൽക്കുന്ന ഒരു ദിവസം. എന്നിട്ടോ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണികൻ
അനുവാദം നൽകിയിട്ടുള്ളവൻ അവനെ സംസാരിക്കാൻ കഴിയുള്ളൂ. വഖാല സവാബ, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞിട്ടുള്ളവനും അല്ലാതെ അന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. ആ രംഗം വല്ലാത്തൊരു രംഗാണ്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു ത്വാഹയിൽ വളരെ മനോഹരമായി ഗൗരവത്തോട് പറയാം, യൗമൈദി യത്തബിഊന ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. പിന്നെ അന്ന് വിളിക്കുന്നവന്റെ പിന്നാലെ ഒരു വളവുമില്ലാതെ മനുഷ്യന്മാരിങ്ങനെ പോകുന്നതാണ്. ഇങ്ങനെ വിളിക്കണ്, വാ ഇങ്ങോട്ട് വാ. അപ്പൊ ലാ ഇവജല, ഒരു വളവുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ടോ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, അന്ന് എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന് കീഴ്തും. ഒരു ശബ്ദം ഉണ്ടാവില്ല. ഖിയാമത്ത് നാളിൽ ജനകോടികളാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന ആളുകൾ സമ്മേളിക്കുന്ന ഒരു വേദിയാണ്. പക്ഷെ അവിടെ ഒരു ശബ്ദം ഉണ്ടാവില്ല. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരു നേർത്ത ശബ്ദമല്ലാതെ ഒന്നും കേൾക്കൂല. നമ്മളൊക്കെ സാധാരണ പറയും സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, അതാണ് അവസ്ഥ. എന്നിട്ട് അല്ലാഹു തൊട്ടടുത്ത വചനത്തിൽ അത് പറയാണ്, ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗല. ഈ ആയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും ഇത് ഗൗരവം കൂടി വരികയാണ്. ലാ തൻഫഉ ശഫാഅ, അന്നേ ദിവസം പരമകാരുണികൻ ആരുടെ കാര്യത്തിലാണോ അനുമതി നൽകുകയും മാത്രമല്ല ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തുവോ അവനല്ലാതെ ശുപാർശ പ്രയോജനപ്പെടൂല. ഈ ശഫാഅത്ത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ശഫാഅത്ത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ശിർക്കിൽ പെട്ടുപോകും. ഇവിടെ ഈ ആയത്തിൽ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത് ശഫാഅത്തിന്റെ കാര്യത്തിൽ. ഒന്ന്, ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, റഹ്മാനായ റഹീമായ വദൂദായ ഗഫാറായ റബ്ബിന്റെ അനുവാദം കിട്ടണം. പിന്നെയോ വറളിയ ലഹു ഖൗല, ശുപാർശ നടത്താനുള്ള വാക്കിൽ പോലും അവൻ തൃപ്തിപ്പെടണം. സഹോദരന്മാരെ, ഭയപ്പെടുത്തുന്ന ഒരു രംഗാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ശഫാഅത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മനുഷ്യൻ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇന്ന ആളെ സ്വർഗത്തിലാക്കണം, ഇന്ന ആള് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയാൻ ആരുമില്ല. അവിടെ ആരുമില്ല. ഇത് കുറച്ചുകൂടി മനസ്സിലാകും സൂറത്തു സബയിലെ ഒരു വചനം കൂടി കേട്ടാൽ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം എന്തറിയോ, ശുപാർശ എന്ന് പറയുന്ന ഈ ശഫാഅത്ത് എന്ന് പറയുന്ന സാധനം മനുഷ്യനെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിച്ചിട്ടുണ്ട്. നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവൽ മാസത്തിലൊക്കെ നമ്മുടെ ചില സഹോദരന്മാർ വളരെ ഭക്തിയോടെ പാരായണം ചെയ്യും. ഇവിടുന്ന് പള്ളിയിൽ നിന്ന് അശ്ശഫാഅതു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇങ്ങനെ പാടുന്നു. ഇത് തനി ശിർക്കാണ്, തനി ശിർക്കാണ്. അല്ലാഹ് വളരെ കൃത്യമായി പറഞ്ഞു, ഖുൽ യദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, പ്രവാചകരെ താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കുക അവരോട്, ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കും. ഒന്ന് പ്രാർത്ഥിച്ചു. ഇത് ആയത്താണ് അല്ലാഹുവിന്റെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതായത് പിന്നെ ഈ അല്ലാഹു അല്ലാത്ത വ്യക്തികളോടും ശക്തികളോടും വസ്തുക്കളോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെന്താ പറയുന്നത്? ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. അതാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, മഹാന്മാർ, അവർ നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നുള്ള അല്ലാഹു പറയണം.
അതായത് ഞങ്ങൾ ഈ ആളുകളെ ബഹുമാനിച്ചാൽ, ബിംബങ്ങളാണ്. ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മനുഷ്യന്മാരുടെ പ്രതീകങ്ങളാണ്. ഞങ്ങൾ ഈ മഹാന്മാരായ മനുഷ്യന്മാരുടെ പ്രതീകങ്ങളായ ബിംബങ്ങളോട് ദുആ ചെയ്താൽ മാ യുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്നാണ്. ഇത് റബ്ബിന്റെ കലാമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഖുൽ ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്. എന്നിട്ട് അത് പറയാം ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. എന്താണ് ആ വാചകമൊക്കെ എന്നറിയാം? ആകാശത്തിലോ ഭൂമിയിലോ ആകട്ടെ ഒരു അണുവിന്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇവർ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്ന ശക്തിയാകട്ടെ വ്യക്തിയാകട്ടെ ഒരു മിസ്കാല ദർറ, ഒരു അണുവിന്റെ ഉടമ, അതായത് ആ ഒരു അണുവിനെ സൃഷ്ടിച്ചത്, ഒരു കൊതുകിനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് അവർ അവകാശപ്പെടുന്നില്ല. കഴിയില്ല അവർക്ക്. ഒരു ഉടമസ്ഥാവകാശവും അവർക്കില്ല. മാത്രമല്ല വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. ആർക്ക് വേണ്ടി അവൻ അനുമതി നൽകിയോ, ശരിക്കും ശ്രദ്ധിക്കണേ, ആർക്ക് വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടൂല. ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അവർക്ക് റസൂലുള്ളാഹിന്റെ ശുപാർശ കിട്ടും, അതൊക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. എന്നാൽ പരലോകത്ത് പ്രവാചകന്മാർക്ക് ശുപാർശയുണ്ട്, മലക്കുകൾക്ക് ശുപാർശയുണ്ട്, സ്വാലിഹീങ്ങളുടെ ശുപാർശയുണ്ട്, അതേപോലെ ശുഹദാക്കളുടെ ശുപാർശയുണ്ട്. അതൊന്നും വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ എതിരല്ല. എന്നാൽ ഇവർക്കൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയോ ശുപാർശ നടത്താൻ കഴിയില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു അനുവദിച്ചവർക്ക്, അനുവദിച്ചവർക്ക്, അവൻ അനുവദിക്കുന്നവർക്ക് വേണ്ടി അവൻ അനുവദിച്ച പ്രകാരം, കേട്ടോ, അവൻ അനുവദിച്ച പ്രകാരം അല്ലാതെ ശുപാർശ നടത്താൻ സാധ്യമല്ല. ഇതിൽ ആർക്കും തർക്കമില്ല, ഇപ്പറഞ്ഞതിൽ ആർക്കും തർക്കമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം, നിങ്ങൾ ആദമിന്റെ അടുത്ത് ചെല്ലും. നമ്മളൊക്കെ വിശ്വാസികളൊക്കെ ആദമിന്റെ അടുത്ത് ചെല്ലും. പോരാ, അവർ നൂഹിന്റെ അടുത്ത് ചെല്ലും, ഇബ്രാഹിമിന്റെ അടുത്ത് ചെല്ലും അലൈഹിസ്സലാത്തു വസ്സലാം. അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് ചെല്ലും. നമ്മളാട്ടോ അവർ എന്ന് പറഞ്ഞാൽ ഈസാ നബി ഇവിടെ അടുത്ത് ചെല്ലും അവർ. അങ്ങനെ അവസാനം അവർ ഈസാ നബിയുടെ അടുത്ത് ചെല്ലുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നൊരു വാചകം, ഇദ്ഹബൂ ഇലാ മുഹമ്മദ്, ഇദ്ഹബൂ ഇലാ മുഹമ്മദ് ഫഇന്നഹു അബ്ദുൻ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നിങ്ങൾ പിന്നെ മുഹമ്മദിന്റെ അടുത്തേക്ക് ചെല്ലൂ. നമ്മളോടാ പറയുന്നത്, നമ്മൾ വിശ്വസിച്ചേ മതി, അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കലാമാണ്. നിങ്ങൾ മുഹമ്മദിന്റെ അടുത്ത് ചെല്ലണം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത് നല്ലൊരു അടിമയാണ്. എന്നിട്ട് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവരൊക്കെ എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ഞാൻ സുജൂദിൽ കിടക്കും. സുജൂദിൽ എത്രയോ വർഷങ്ങളാണ്. ഹദീസ് എങ്ങനെയാണ്, ഫഇദാ റഅയ്തു റബ്ബി ഖറർതു ലഹു സാജിദാ, ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കും. എത്രയാണ് ആ സുജൂദിന്റെ ദൈർഘ്യം? അല്ലാഹു അലം. ഫഅഹ്മദു റബ്ബി ബിമഹാമിദ യഫ്തഹുഹാ അലൈഹി ലാ ഉഹ്സിനുഹുൽ ആൻ. ഇപ്പോൾ എനിക്കറിവില്ലാത്ത ഒരുപാട് സ്തുതി കീർത്തനങ്ങൾ ഈ സുജൂദിൽ കിടന്നുകൊണ്ട് ഞാൻ റബ്ബിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന. എത്രയെന്നറിയില്ല. ആ സമയത്ത് അല്ലാഹ് പറയാ, ഐ മുഹമ്മദ് ഇർഫഅ റഅസക്, മുഹമ്മദേ തല ഉയർത്ത്, തല ഉയർത്ത്. വഖുൽ യുസ്മഅ, പറയും മുഹമ്മദേ ഞാനൊന്ന് കേൾക്കട്ടെ. വശ്ഫഅ തുശഫഅ, ശുപാർശ നടത്ത്, ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്.
എന്നിട്ടോ സുജൂദിൽ എഴുന്നേറ്റിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂൽ, റസൂൽ എന്താ പറഞ്ഞറിയാം? റബ്ബി ഉമ്മത്തി. എന്താണ് ആ വാക്ക്? റബ്ബി ഉമ്മത്തി, പടച്ചവനെ എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ. എന്നിട്ടോ ഫയഹുദ്ദു ലീ ഹദ്ദൻ, അതാണ് ഗൗരവം. ഫയഹുദ്ദു ലീ ഹദ്ദൻ, എന്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ എന്ന് സുജൂദിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയാം. അപ്പൊ റബ്ബ് എനിക്ക് പരിധി നിശ്ചയിച്ചു തരും, പരിധി. ഫഉദ്ഖിലുഹുൽ ജന്ന, അങ്ങനെ ആ പരിധി നിശ്ചയിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെയും ഞാൻ പോകും എന്റെ റബ്ബിന്റെ അടുത്തേക്ക്. ആ സമയത്ത് ഫയഹുദ്ദു ലീ ഹദ്ദൻ, എനിക്ക് ചില പരിധികൾ നിശ്ചയിച്ചു തരും. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പരിധിയുണ്ട് എന്നർത്ഥം. പരിധിയുണ്ട്. എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല, ഒരു പരിധിയുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്നു ആര്? അവിശ്വാസിയായ മുശ്രിക്കായ അബൂ താലിബ്. പക്ഷേ ആ അബൂ താലിബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ നടത്തി സ്വീകരിച്ച തള്ളിയില്ലേ? തള്ളി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവ് ആസറിന് വേണ്ടി ശുപാർശ നടത്തി ദുആ ചെയ്തു, തള്ളിയില്ലേ അല്ലാഹ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകന് വേണ്ടി പ്രാർത്ഥിച്ചു, തള്ളിയില്ലേ അല്ലാഹ്? അപ്പൊ ആർക്ക് വേണ്ടി ശുപാർശ നടത്തണമെന്ന് കൃത്യമായി അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കൃത്യമായി. കാരണം അബൂ താലിബും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനും കുഫാറാണ്, കാഫിറാണ്. കാഫിറുകൾക്ക് ശുപാർശ ഇല്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വളരെ കൃത്യമാണ്. മുശ്രിക്കീങ്ങൾക്ക് പുറത്തു കൊടുക്കൂല, ബാക്കിയൊക്കെ അല്ലാഹ് പൊറുക്കും സഹോദരന്മാരെ, ബാക്കിയൊക്കെ പൊറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേട്ടോ നിങ്ങൾ, ശഫാഅത്തി, ശരിക്ക് ശ്രദ്ധിക്കണേ, ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപം ചെയ്ത ആളുകൾക്കാണ് എന്റെ ശുപാർശ ഫലം ചെയ്യുക. പാപം ചെയ്ത ആളുകൾക്ക്. മുശ്രിക്കീങ്ങൾക്ക് ചെയ്യൂല, മുശ്രിക്കീങ്ങൾക്ക് കിട്ടൂല. സൂറത്ത് നജ്മിലെ 26-ാമത്തെ വചനം വളരെ മനോഹരം. വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. വളരെ കൃത്യം. അള്ളാഹു കൃത്യമായി നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാനാണ്. ഇവിടെ ഒരുപാട്, അതല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല മൗലൂദ് കിതാബിൽ അശ്ശഫാഅത്തു ഹബ്ലന, ഇത് നേർക്ക് നേരെ ചോദിക്കാൻ നബിയോടെ, നബിയോയെ അങ്ങയുടെ ശുപാർശ ശഫാഅത്ത് കിട്ടേന. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വന്തം ഇഷ്ടപ്രകാരം ശുപാർശ നടത്താൻ ഒരു കഴിവില്ല അവിടെ. അത് കൃത്യമായി അല്ലാഹു പറയും, വകം മിൻ മലകിൻ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത്, ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ, അവരുടെ ശുപാർശ യാതൊരു പ്രയോജനം ചെയ്യൂല, മലക്കുകളുടെ ശുപാർശ. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ വയർളാ, പിന്നെ അവൻ തൃപ്തിപ്പെടണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്കും തൃപ്തിപ്പെടുന്നവർക്കും ശുപാർശക്ക് അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ അവിടെ റെക്കമെന്റ് നടക്കൂല. അള്ളാഹു തൃപ്തിപ്പെടണം. അപ്പൊ അതാര് വന്നാലും ശരി, ആര് വന്നാലും ശരി, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ, അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ, അതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ. ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ശഫാഅത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ്. ശഫാഅത്തിന്റെ യാഥാർത്ഥ്യം ഇപ്പോ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഫാഅത്തുണ്ട്, മലക്കുകൾക്കുണ്ട്, സ്വാലിഹീങ്ങൾക്കുണ്ട്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ആ നടക്കുന്ന ശഫാഅത്തൊക്കെ ശഫാഅത്തു തക്രീമാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ശഫാഅത്തുൽ മുൽക്കല്ല. ഈ ശഫാഅത്ത് നടത്തുന്നവരെ
തെക്രീം ചെയ്യാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ വേണ്ടിയുള്ള ഷഫായത്താണ്. അല്ലാതെ അവർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഷഫായത്തല്ല. ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം അതല്ല. അത് ആരാണോ ശുപാർശ നടത്തുന്ന ആ ശുപാർശ നടത്തുന്ന വ്യക്തിയെ തെക്രീം ചെയ്യാൻ, ബഹുമാനിക്കാൻ, അള്ളാഹു ആദരിക്കാൻ ഇവരെ. ആരെ? അമ്പിയാക്കന്മാരെ, അതേപോലെ മലായികത്തീങ്ങളെ, സ്വാലിഹീങ്ങളെ. സഹോദരന്മാരെ, ശരിക്ക് ഷഫായത്തിന്റെ ഹഖീഖ എന്ന് പറഞ്ഞാൽ ഷഫായത്തിന്റെ യാഥാർത്ഥ്യം ഇതാണെന്ന് കൃത്യമായി മനസ്സിലായാൽ നമ്മൾ പിന്നെ അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയോടും ഒരു ശക്തിയോടും ദുആ ചെയ്യൂല. ഈ ഷഫായത്തിന് അർഹതയുള്ള ആളുകളോട് പോയി ചോദിക്കൂല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫായത്തുണ്ട്, ഉറപ്പാണ്. പക്ഷെ ആ നബിയോട് പോലും ചോദിക്കൂല. മറിച്ച് ഷഫായത്ത് ചോദിക്കും ആരോട്? അള്ളാഹ്. നമ്മൾ പറയണം എന്ത്? അല്ലാഹുമ്മ ർസുഖ്നി ശഫാഅത നബിയിക. ഇതാ പറയേണ്ടത്. സത്യവിശ്വാസികൾ ഇതാ പറയുന്നത്. നേരെ മറിച്ച് അഷ്ഫാഅത്തു ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ് എന്നല്ല. ഇത് റസൂൽ പഠിപ്പിച്ചതാ. അല്ലാഹുമ്മ ർസുഖ്നി ശഫാഅത നബിയിക. കണ്ടാ, അല്ലാഹുവേ നിന്റെ നബിയുടെ ഷഫാഅത്ത് എനിക്ക് നീ നൽകണേ. ആരോടാ ചോദിച്ചത്? അപ്പോ സഹോദരന്മാരെ, ഈ ഷഫാഅത്ത് ആര് നൽകണം? അള്ളാഹ് നൽകണേ. അതാണ് ചോദ്യം. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ചോദ്യാണത്. അതായത് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആരാണ് അവിടെ ശുപാർശ നടത്തുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനാ ശരിക്കും ശുപാർശ എന്ന് പറഞ്ഞാൽ? പച്ച മലയാളത്തിൽ പറയാൻ എന്തിനാ ശുപാർശ? ഒന്ന്, അറിയാത്തവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം പറയാം, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു മന്ത്രിയുടെ അടുത്ത് ഒരാൾ ചെല്ലുകയാണ്. അപ്പൊ ആ മന്ത്രിക്ക് ഒരു പി ഉണ്ടാവും. ഞാൻ അള്ളാഹിനെ തുലനം ചെയ്യില്ല, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോ ഈ പി എന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന ആളാണ്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ? സഹോദരന്മാരെ, അള്ളാഹുവിനെ ആരെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിനാണ് ഒന്ന്. പിന്നെയോ, അർഹതപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാതെ പോകുമ്പോൾ അതിനു വേണ്ടി ശുപാർശ ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ അർഹതപ്പെടാത്ത ഒരു കാര്യം നേടിയെടുക്കാൻ. ഈ മൂന്നും അള്ളാഹിന്റെ അടുത്ത് നടക്കൂല. അതിന് കാരണം അള്ളാഹുവിനറിയാം ആർക്കൊക്കെ പുറത്തു കൊടുക്കണം, ആരുടെയൊക്കെ ശുപാർശ സ്വീകരിക്കണം, അത് കൃത്യമായിട്ട് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളും. ഷഫായത്തുണ്ട്, പക്ഷേ ആ ഷഫായത്തിന് റബ്ബിന്റെ അനുവാദം കിട്ടണം. ആ ഷഫായത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ ഷഫായത്ത് നടത്തുന്ന പ്രവാചകന്മാർ അവർക്ക് കൊടുത്ത മുൽക്കല്ല, അധികാരമല്ല, മറിച്ച് അവരെ ബഹുമാനിക്കാൻ. അതാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതാണ് യഥാർത്ഥ തൗഹീദ് പറഞ്ഞാൽ. കൃത്യമായി മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൂല. അതാ വിഷയം. ഇപ്പോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇതാണ്. നേരത്തെ പറഞ്ഞില്ല, ആഉലാഇ ശുഫാഉ ഇൻദല്ലാഹ്. നാളെ പരലോകത്ത് അത് ആരാവട്ടെ, മുഹീദ്ദീൻ ഷെയ്ഖ് ആവട്ടെ, മമ്പുറം തങ്ങളാവട്ടെ, അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ് ആവട്ടെ, ആരാവട്ടെ, അവർ നാളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമ്പോൾ അള്ളാഹ് പറഞ്ഞതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു ദിവസം നിൽക്കണം. ആ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഷഫായത്ത് കിട്ടണം. അതാണ് ഷഫായത്തുൽ ഉലമ. നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. നമ്മളിങ്ങനെ ബേജാറായി നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബി ഉമ്മത്തി, പടച്ച റബ്ബേ എന്റെ ഉമ്മത്ത്, ഇവരെ നീ ഒന്ന് വിചാരണക്കെടുക്കണേ. ഏറ്റവും വലിയ ഷഫായത്ത് അതാണ് ഷഫായത്തുൽ ഉലമ. ഇവരെ നീ ഒന്ന് വിചാരണക്കെടുക്കണേ റബ്ബേ, അല്ലാതെ ഇവരെ ഒന്ന് സ്വർഗത്തിലാക്കണേ റബ്ബേ എന്നല്ല. കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ പള്ളിയിൽ 2 പിരിവ് നടത്താറുണ്ട്. അത് പിന്നെ 2ാമത്തെ വെള്ളിയാഴ്ചയും മാസത്തിൽ 4ാമത്തെ വെള്ളിയാഴ്ചയും. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ പിരിക്കുന്നത് പള്ളി ഫണ്ടാണ്. പള്ളി ഫണ്ട്, ഞാനിത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാരണം ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. പള്ളി ഫണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ പള്ളി ഫണ്ടൊക്കെ പിരിക്കാറുള്ളത്
ആ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പള്ളിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ പള്ളി നിർമ്മിച്ച് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ഇതുപോലെ ഒരു ഭവനം നാളെ പരലോകത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് നൽകുമാറാവട്ടെ. പക്ഷേ നമ്മൾ പിരിക്കുന്ന ഈ കലക്ഷൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ വിശ്വാസികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, പക്ഷെ നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ പിരിക്കുന്ന കലക്ഷൻ ഇങ്ങനെ കേന്ദ്രത്തിൽ എത്തിച്ച്, കേന്ദ്രത്തിൽ നമ്മൾ കേന്ദ്ര കമ്മിറ്റി അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അല്ല, ഏൽപ്പിച്ച് അവര് നൽകുകയാണ്. മാത്രമല്ല, നമ്മൾ നൽകുന്ന ഒരു നയാ പൈസ പോലും മറ്റ് ഒരു സംഗതിക്ക് മാറ്റി വെക്കൂല. പള്ളിക്ക് നട പള്ളിക്ക് തന്നെ. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞു, പിന്നെ മൻ ബനാ മസ്ജിദൻ യംബഗി ലിവജ്ഹില്ല, ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച് ഒരാൾ പള്ളി നിർമ്മിച്ചു എങ്കിൽ അതേപോലെ ആ നിർമ്മിച്ച പള്ളി എപ്രകാരമാണോ അതേപോലെ, റസൂലുള്ളാഹിന്റെ വാക്കാണ്, കമ്പനി ഓഫർ അല്ല, അതേപോലെ ഒരു ഭവനം നാളെ സ്വർഗത്തിൽ കിട്ടും. അതാണ് ഈ അറബികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? പള്ളി ഉണ്ടാക്കാനാണ്. പള്ളി ഉണ്ടാക്കാൻ. പക്ഷെ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ. പക്ഷെ നാം കൊടുക്കുന്ന എത്ര നിസ്സാര, മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടെ കൊടുക്കുന്ന എത്ര ചെറിയ സംഖ്യ ആകട്ടെ, ആ ചെറിയ സംഖ്യ ഓരോ മാസം ഇങ്ങനെ പിരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു കല്ലിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെന്റിനായിരിക്കും. അപ്പൊ ആ ഒരു പ്രാധാന്യത്തോടു കൂടെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയില്ല, ഈ പള്ളി നോക്കൂ സഹോദരന്മാരെ, ഈ ശ്വാസം നിലച്ചാൽ, ഇപ്പോ 3 ദിവസം മുമ്പ് എൻ്റെ ഒരു അയൽവാസി സഹോദരി മരണപ്പെട്ടു. ക്യാൻസർ ആയിരുന്നു, ചെറുപ്പക്കാരിയാണ്, ഒരുപാട് സൗകര്യമുള്ള ഒരു സ്ത്രീയാണ്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ ഒരു മകനാണുള്ളത്. നമ്മളൊക്കെ ഇട്ടെറിഞ്ഞ് പോവുകയാണ്. ആ ഇട്ടെറിഞ്ഞ് പോകുമ്പോ 6 അടി മണ്ണിൽ നമുക്ക് എന്താ ഉണ്ടാകുക? എല്ലാവർക്കും അറിയാലോ, 6 അടി മണ്ണിൽ നമുക്കുണ്ടാകുക നാം ചെയ്ത അമലുകൾ സ്വതക്കെ ഉണ്ടാകുക. അത് ഉറപ്പല്ലേ? അപ്പൊ അത് എത്ര നിസ്സാരായിക്കോട്ടെ, ഒരു 5 രൂപയാണെങ്കിൽ പോലും അതവിടെ ഉണ്ടാവും. മനസ്സാന്നിധ്യത്തോടുകൂടെ കൊടുത്തുണ്ടാകും. അതാണ് നമുക്ക് ഉണ്ടാകുക. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വസ്തുക്കളൊക്കെ ആരാ ഉപയോഗിക്കുക? നമ്മുടെ മക്കളല്ലേ. അപ്പൊ നമുക്കുള്ളത് നാം തന്നെ ഉണ്ടാക്കണം സൗരന്മാരെ. മക്കൾ ഉണ്ടാക്കിയ പോരാ. ഞാൻ ഇത് ഗൗരവത്തോടു കൂടെ പറയുന്നത്, ആ ദിവസത്തിന്റെ പ്രാധാന്യം, നമ്മൾ കിടക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം. നമ്മുടെ യഥാർത്ഥ വീട് ഖബറാണ് അല്ലേ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചില്ലേ, അൽ ഖബറു ഇല്ലാ കൽ ഗരീഖിൽ മുതഅവ്വിസ്. ഖബറിൽ കിടക്കുന്ന ഒരു മയ്യത്തിന്റെ 24 മണിക്കൂറും അവസ്ഥ എന്താ അറിയുന്നത്? നമ്മളൊക്കെ സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും മറവ് ചെയ്ത് 3 പിടി മണ്ണ് വാരിട്ട് തിരിച്ചിന് പോരുമ്പോ തന്നെ ചില ആൾക്കാർക്ക് ചിരി തുടങ്ങും. ഉമ്മാനല്ല അല്ലെ, കഴിഞ്ഞ് മറക്കാണ്. നമ്മൾ സ്വാഭാവികമായി മറന്നു പോവുകയാണ്. പക്ഷേ ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ 24 മണിക്കൂറും അവസ്ഥ ഇല്ലാ കൽ ഗരീഖിൽ മുതഅവ്വിസ്. അതായത് അറ്റമില്ലാത്ത കയത്തിൽ നീന്താൻ അറിയാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആ മനുഷ്യൻ സഹായത്തിന്റെ ഒരു കച്ചി തുരുമ്പിന് വേണ്ടി അപേക്ഷിക്കുന്ന പോലെ അവസ്ഥയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഈ ശ്വാസം അങ്ങോട്ട് നിലച്ചാൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, അത് നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെലവഴിച്ചേ ഉണ്ടാവുള്ളൂ. റസൂൽ പറഞ്ഞില്ലേ, സ്വന്തം ധനത്തെക്കാൾ അധികം പിന്നെ അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, അതെങ്ങനെയാ റസൂലെ? അല്ല, അപ്പൊ സഹാബത്ത് അതെങ്ങനെ, എങ്ങനെ ഞങ്ങൾ അനന്തരാവകാശ സ്വത്തിനെ സ്നേഹിക്കുക? റസൂൽ വിശദീകരിച്ചു കൊടുത്തു, നിങ്ങൾ ധർമ്മം ചെയ്തതാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോയത് നിങ്ങളുടെ അനന്തരാവകാശിക്ക് വേണ്ടിയിട്ടാ. ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്കും ബഹുമാനമുള്ള ഉസ്താദുമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആ സെക്കൻഡ്, ആ അവധി അവസാനിക്കുമ്പോൾ അവസാനത്തെ വാചകം
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.